ജെൻസി കലാപത്തെ തുടർന്ന് നേപ്പാളിൽ വിപ്ലവകരമായ മാറ്റമായിരുന്നു ഉണ്ടായത്. നേപ്പാളിന്റെ പുതിയ മുഖവും പ്രതീക്ഷയുമായി റാപ്പ് ഗായകനും രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേതാവുമായ ബാലേന്ദ്ര ഷാ എന്ന ചെറുപ്പക്കാരൻ പ്രധാനമന്ത്രിയെ അധികാരമേറ്റു. നേപ്പാളിൽ അടിമുടി മാറ്റം വാഗ്ദാനം ചെയ്താണ് ബാലേന്ദ്ര ഷാ സർക്കാർ അധികാരത്തിലേറിയത്. എന്നാൽ ഇപ്പോൾ ഇറാൻ US സംഘർഷത്തെ തുടർന്ന് നേപ്പാളിൽ ഇന്ധനവില കുതിച്ചുയർന്നു. പെട്രോൾ വില ലിറ്ററിന് 180 രൂപയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 225 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ഏറെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. പുതിയ സർക്കാർ അധികാരത്തിലേറിയ ആദ്യ മാസത്തിൽ തന്നെ കനത്ത തിരിച്ചടികളാണ് നേരിടുന്നത്. റാപ്പർ പദവിയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തി പ്രധാനമന്ത്രിയായ ഷായുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നിലവിൽ വന്ന് ഒരു മാസം തികയുന്നതിനു മുൻപേ 2 മന്ത്രിമാരാണ് രാജിവെച്ചിരിക്കുന്നത്. അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുമായി അധികാരത്തിലേറ്റിയ സർക്കാർ മന്ത്രിമാരുടെ രാജിയോടെ പ്രതിരോധത്തിലായിരിക്കുകയാണിപ്പോൾ. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ദുരൂഹതകളെ തുടർന്നാണ് ആഭ്യന്തരമന്ത്രി സുധൻ ഗുരുങ്ങിന്റെ രാജി. എന്നാൽ ഭാര്യയ്ക്ക് ഉന്നത പദവി വാഗ്ദാനം ചെയ്തെന്ന ആരോപണത്തിനാണ് തൊഴിൽ മന്ത്രി ദീപക് കുമാർ ഷായുടെ രാജി. ദീപക് കുമാർ ഷാ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ 13ാം ദിവസത്തിലാണ് സ്ഥാനമൊഴിയേണ്ടി വന്നത്. ബാലേന്ദ്ര ഷാ സർക്കാർ അധികാരമേറ്റയുടൻ ഇന്ത്യ നേപ്പാൾ അതിർത്തി വഴി നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവരുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇത് ജനരോക്ഷത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് 100 നേപ്പാളി രൂപയ്ക്ക് മുകളിൽ സാധനങ്ങൾ കൊണ്ടുവന്നാൽ കസ്റ്റംസ് ഡ്യൂട്ടി നൽകണമെന്ന കർശന നിർദ്ദേശമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. 6 മാസം മുൻപ് നടന്ന ജെൻസി പ്രക്ഷോഭത്തിൽ KP ശർമ്മ ഓലിയുടെ സർക്കാർ നിലം പതിച്ചിരുന്നു. പ്രതിഷേധങ്ങൾ തടയുന്നതിൽ ശർമ്മ പരാജയപ്പെട്ടതാണ് ഇതിനെല്ലാം കാരണമായി പറയുന്നത്. പ്രധാനമന്ത്രിയായി ബാലേന്ദ്ര ഷാ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെയായിരുന്നു ശർമ്മ ഓലിയുടെ അറസ്റ്റ്. സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെ തുടർന്ന് ആരംഭിച്ച അഴിമതി വിരുദ്ധ യുവജന പ്രക്ഷോഭത്തിൽ കഴിഞ്ഞ വർഷം ഏകദേശം 77 പേർ കൊല്ലപ്പെട്ടിരുന്നു. പാർലമെന്റും സർക്കാർ ഓഫീസുകളും അന്ന് പ്രക്ഷോഭക്കാർ അഗ്നിക്കിരയാക്കിയിരുന്നു. അഴിമതി കുറയ്ക്കുമെന്ന വാഗ്ദാനത്തോടെ അധികാരത്തിലെത്തിയ ബാലേന്ദ്ര ഷാ ഭരണകൂടം പക്ഷേ ആദ്യ ആഴ്ചകളിൽ തന്നെ നേരിടുന്നത് അഴിമതി വിവാദങ്ങൾ തന്നെയാണ്. വിവാദങ്ങളുടെ നടുവിൽ ആടി ഉലഞ്ഞു നിൽക്കുന്ന ബാലേന്ദ്ര ഷാ സർക്കാരിനേറ്റ കനത്ത പ്രഹരമാണ് ഇന്ധനവിലയിലെ ഈ കുതിച്ചുകയറ്റം.